തുങ്കനാഥ് അമർറേ ഒന്ന് കുളിച്ചു വിശ്രമിച്ചിട്ട് രാത്രിയോടെ തന്നെ ഹിമാലയം കയറണം. ക്ഷമിക്കണം നരേന്ദ്രജി, പരമേശ്വര പ്രഭു കോപിച്ചിരിക്കണു. ഹിമാലയത്തിലേക്കുള്ള ചുരം എവിടെയൊക്കെയോ ഇടിഞ്ഞിരിക്കണു. വഴി അത്രയും 5-6 ദിവസമായിട്ട് ബ്ലോക്കാ. ഇനി ഞാൻ ഗ്വാളിയോറിൽ നിന്ന് തീർത്ഥാടകരെയും കൊണ്ടുവന്നിട്ടുള്ള ഒരു ബസ് ഒലിച്ചു പോയിട്ട് ഇതുവരെ ഒരു പൊടിയും കിട്ടില്ല. മിലിറ്ററിക്കാര് തരേണ്ടത്ര എവിടെ തരാനാ? പാതാളഗംഗയിലേക്കല്ലേ ഒലിച്ചു പോയേക്കണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വഴി ക്ലിയർ ആണ് വരെ ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ അങ്ങോട്ട് കൂടാം. എന്താ? സന്തോഷം ശർമാജി. ആ വരൂ. പൂർവാശ്രമത്തെ കുറിച്ചൊരു സന്യാസി ആലോചിക്കാനോ പറയാനോ പാടില്ല എന്നാ ശാസ്ത്രം. അപ്പുട്ടനായിരുന്ന എന്റെ പേര്. തിരുവല്ലാമല സ്വദേശം. 36 കൊല്ലം മുമ്പ് സ്വന്തം അച്ഛനെ വെട്ടിക്കൊന്ന് നാട് വിടുകയായിരുന്നു. മദ്യപിച്ച് ബോധമില്ലാണ്ട് കയറി വന്ന് എനിക്ക് താഴെ നിൽക്കണ കുട്ടികളെയും പെറ്റ തള്ളയും തല്ലി ചതക്കണ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാൻ്റെ ഒരു ദിവസം ഇരുളിൽ ഒളിച്ചു നിന്ന് തലങ്ങും വിലങ്ങും അങ്ങോട്ട് വെട്ടി. മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഓടിപ്പോരായിരുന്നു. അപ്പോ അമ്മയും കുട്ടികളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടാവാൻ വഴിയില്ല. പട്ടിണി കിടന്ന് എത്ര കാലാചിട്ടാ പിടിച്ചു നിൽക്ക. ആരോ വിളിക്കണ്ട്. അമ്മ കിടന്നോളൂ. സ്വന്തം മക്കളെ തെറ്റിപ്പോവോ? കണ്ടു ഞാൻ എന്റെ കുട്ടിയെ കണ്ടു. ഞാൻ എന്റെ കുട്ടിയെ കണ്ടു. അമ്മക്ക് തോന്നിയതാ. അമ്മേ, അമ്മേ, 4 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ ഏട്ടനെ കണ്ടു എന്ന് അമ്മ പറയണേ. അതുവാ നാഗസന്യാസിമാരുടെ കൂട്ടത്തിൽ. കാലടി ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിൽ വേദാന്തം പഠിപ്പിക്കുന്ന ആളായിരുന്നു എൻ്റെ ഏട്ടൻ. പ്രൊഫസർ ഇരിങ്ങന്നൂർ ഭരതപിഷാരടി. വലിയ പണ്ഡിതനായിരുന്നു. 5 കൊല്ലം മുമ്പ് പ്രയാഗിൽ നടന്ന കുംഭമേള കാണാൻ പുറപ്പെട്ടു പോയതാ. പിന്നെ മടങ്ങി വന്നിട്ടില്ല. ഏട്ടൻ പോയിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ പ്രയാഗിൽ നിന്നൊരു സന്യാസി ഞങ്ങളുടെ നാട്ടിൽ വന്നു. ഒരു മൺകുടത്തിൽ ഏട്ടൻ്റെ ചിതാഭസ്മമായിട്ട്. അവിടെ വെച്ച് തന്നെ സമാധിയായിരുന്നത്രേ. ഏട്ടൻ്റെ ആഗ്രഹപ്രകാരം ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കുകയും ചെയ്തു. ആളിന്റെ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ചിത്രം തരുമോ പ്രഭാകർജി? ചെറുപ്പത്തിലെ ആധ്യാത്മികമായിട്ട് ഇത്തിരി കെട്ടുപാടൊക്കെയുള്ള ആളായിരുന്നു ഏട്ടൻ. ശങ്കരദർശനത്തെക്കുറിച്ച് 3-4 പുസ്തകം എഴുതിയിട്ടുണ്ട്. വെള്ളിനേഴി ഗോവിന്ദനാശാന്റെ കൂടെ കഥകളെയും പഠിച്ചിട്ടുണ്ട്. വൈദ്യം അറിയാം, ജ്യോതിഷം അറിയാം. ജീനിയസ് എന്നൊക്കെ പറയില്ലേ നമ്മള്. അതായിരുന്നു ശർമാജിന്റെ ഏട്ടൻ. ഭരതപിഷാരടി. കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വെറുതെ തോന്നിയ ഒരു സംശയം. ഇനി ആ ആളെന്നെ അല്ലെങ്കിൽ അമ്മ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതാ.
ഏട്ടാ പ്രഭാകര, ഏട്ടാ ഭരത, ഏട്ടാ നിക്ക് ഏട്ടാ മോനെ, ഭരത, ഏട്ടാ ഭരത, ഏട്ടാ നിക്ക് ഭരത, മോനെ, ഇങ്ങോട്ടേക്ക് പോണേ മോനെ, നിക്ക് ഏട്ടാ നിക്ക് മോനെ, ഭരത. പ്രഭാകര, ദേ അവൻ. ഏട്ടാ നിക്ക് ഭരത, നിക്കടാ മോനെ. ഭരത, ഏട്ടാ നിക്കടാ മോനെ. ഏട്ടാ വേണ്ട ഭരത, ഏട്ടാ വിടന്നെ, വിട്. ഭരത, അമ്മേ അരുത്, അടിയൊഴുക്കുണ്ട്, നില കിട്ടില്ല. മടുത്തു ശർമാജി, എനിക്ക് ജീവിതം മടുത്തു. മോനെ, മോനെ, ഭരത, ഏട്ടാ മോനെ, ഭരത, മോനെ, ഭരത, ഭരത. അമ്മേ മടങ്ങി വരണം, എന്റെ കൂടെ നീ മടങ്ങി വരണം. നിർബന്ധിക്കരുത് എൻ്റെ അമ്മ. ഒരിക്കലെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നവനാണ് ഞാൻ. നാടും വീടും നന്മ നിറഞ്ഞ പലതും. ഇനിയൊരു മടക്കയാത്രയില്ല. ഒന്നുകിൽ എന്റെ കൂടെ മടങ്ങി വരിക, അല്ലെങ്കിൽ ഇതിൽ എന്നെ മുക്കി കൊല്ലുക. വലിയ പുണ്യ നദിയല്ലേ. എന്റെ മകന്റെ കൈ കൊണ്ടാവുമ്പോ എളുപ്പം കിട്ടുമല്ലോ ഈ അമ്മയ്ക്ക് മോക്ഷം. അമ്മേ